ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മാ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാ ലക്ഷ്മീ സരസ്വതി സാവിത്രി രാധാദേവ്യൈ നമഃ. ഓം പ്രസീദ വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമി മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വര സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ആനോ ഭദ്രാഹ കൃതപോ ഇന്ദു വിശ്വദഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരുപരമാത്മനേ നമഃ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെയും ആദിശങ്കര ഭഗവത്പാദരുടെയും അനുഗ്രഹത്താൽ നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമഹാത്മ്യം ഗ്രഹിക്കുകയാണ്. ഇന്ന് 35-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിന് പറഞ്ഞിരിക്കുന്ന മന്ത്രം ഓം ശ്രീ ശിവയുവത്യൈ നമഃ. ഓം ശ്രീ ശിവയുവത്യൈ നമഃ. ഈ ശ്ലോകം ജപം ചെയ്ത് സിദ്ധി വരുന്ന പക്ഷം, അല്ലെങ്കിൽ പരാശക്തിയുടെ അനുഗ്രഹം ലഭിക്കുന്നവർക്ക് ഹൃദ്രോഗം മാറാനുള്ള അവസരം ലഭിക്കുന്നു. ഹൃദ്രോഗം അല്ലെങ്കിൽ ചെസ്റ്റിന് സംബന്ധമായിരിക്കുന്ന എല്ലാ അസുഖങ്ങളും, ജ്വരാദി ശ്വാസകോശത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ മാറും. സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിലി അവർ ഒരുപക്ഷെ വിളിച്ചു പറയും ഇതൊരു വിഡ്ഢിത്തമാണ് പറഞ്ഞു കൂട്ടുന്നതെന്ന്. ഇത് വിഡ്ഢിത്തമൊന്നുമല്ല. ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതായ ഒന്നും തന്നെ ഈ ലോകത്തിലില്ല. ഈശ്വരൻ മനസ്സ് വെക്കുകയാണെങ്കിൽ, ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള അസുഖമായെങ്കിലും മാറും. 4449 അസുഖങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിൽ വന്നു ചേരാനുള്ളത്. അതിൽ 4000 അസുഖങ്ങളും മനുഷ്യന് മാത്രമായിട്ടുള്ളതാണ്. ബാക്കി മൃഗങ്ങൾക്കും. ഈ എല്ലാവിധമായ അസുഖങ്ങളും മാറാൻ ഭഗവാന്റെ അനുഗ്രഹം, ഈശ്വരൻ്റെ അനുഗ്രഹം ഒന്നും മതി. അതിനുള്ള കാരണം അസുഖങ്ങളെല്ലാം നമുക്ക് ബാധിക്കുന്നത് പ്രത്യേകിച്ച് പഞ്ചഭൂതങ്ങൾ വഴിക്കുള്ള കാരണമാണ്. പഞ്ചഭൂതങ്ങളെ നാം ധ്വംസിക്കുമ്പോഴും അവമാനിക്കുമ്പോഴും അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തു കൂട്ടുമ്പോഴുമെല്ലാം ഈ പഞ്ചഭൂതങ്ങളുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ റോങ് എനർജി അല്ലെങ്കിൽ ഒരു മിസ്ഗൈഡഡ് കേഴ്സ്ഡ് എനർജി നമ്മളുടെ ആത്മാവിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ചേരുകയാണ്. നമ്മളുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. സപ്തധാതുക്കളുണ്ട്, ദശേന്ദ്രിയങ്ങളുണ്ട്, 36 തത്വങ്ങളെ കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത്. മറ്റുള്ള ജീവരാശികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റെ 4ാമത്തെ ഗ്രേഡ് അല്ലെങ്കിൽ വേർഷൻ ആകുന്നു മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന ശക്തി. 1 ബുദ്ധി, 2 ബുദ്ധി, 3 ബുദ്ധി, 4 ബുദ്ധി, അങ്ങനെയുള്ള ബുദ്ധിയിലെ വ്യത്യാസം. അതുപോലെ തന്നെ കോൺഷ്യസ്നസ്, അറിവ്, ബോധം. 1 ബോധം, 2 ബോധം, 3 ബോധം, 6 അറിവുള്ള ജീവിയാകുന്നു മനുഷ്യൻ. മനുഷ്യന് 6 അറിവുണ്ട് എങ്കിൽ പോലും 6 അറിവും പരമാവധി ഉപയോഗിക്കാറില്ല. 90% കൂടുതൽ മനുഷ്യർ 6 അറിവ് ഉപയോഗിക്കാറില്ല. 5 അറിവിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ 5.5, 5.25 ഈ ലെവലിൽ പോകും. വളരെ അപൂർവം കുറച്ച് പേർ മാത്രമാണ് 6 അറിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവർ. അവരെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയേണ്ടത്. അപ്പോൾ എല്ലാ തത്വങ്ങളിലായിരിക്കുന്ന പരമേശ്വരി, പഞ്ചഭൂതാത്മികയായിരിക്കുന്ന ശ്രീദേവി, ആകാശതത്വത്തിന് ശേഷം വായുതത്വം എന്ന് പറയപ്പെടുന്ന ഹൃദയത്തിൽ വായുതത്വമായി തന്നെ പരിണമിച്ചിരിക്കുന്നു ദേവി. അതുകൊണ്ട് കണ്ഠത്തിലോ അല്ലെങ്കിൽ ഹൃദയത്തിലോ വയറ്റിലോ ജനനേന്ദ്രിയത്തിലോ ഭൂതത്തിലോ എന്ത് അസുഖം വരികയാണെങ്കിലും വളരെ പെട്ടെന്ന് മന്ത്രധ്വനിയുടെ ശക്തി കൊണ്ട് ആ അസുഖങ്ങളെ മാറ്റിയെടുക്കാൻ സാധ്യമാണ്. പക്ഷേ മനുഷ്യൻ്റെ ശരീരം നശിച്ച്, മനസ്സ് നശിച്ച ശേഷം ഈ മന്ത്രം ഫലിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് കഷ്ടമാണ്. അത്രയധികം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം സാധ്യമാണ്. സാധ്യമല്ല എന്ന് പറയാൻ ഒക്കില്ല. അതുകൊണ്ടാണ് അവിടെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തുള്ള അസുഖങ്ങളെല്ലാം ഭേദമാക്കി കിട്ടുവാൻ ഈ സ്തോത്രത്തിൻ്റെ ജപം ചെയ്ത് സിദ്ധി വരുന്ന പക്ഷം
ആ ദൈവാനുഗ്രഹം കൊണ്ട് സാധ്യമാകുന്നു എന്ന് പറയുന്നു. ഈ ശ്ലോകം ജപിക്കുമ്പോൾ പറയേണ്ട സങ്കല്പത്തിൽ മമ ഹൃദ്രോഗ നിവർത്യർത്ഥം പഞ്ചത്രിംശത് ശ്ലോകം ജപേത്, 35ാമത്തെ ശ്ലോകം ഞാൻ ജപിക്കുന്നു എന്ന് പറയും. ഈ ശ്ലോകത്തിന്റെ മൊത്തം ഉള്ളടക്കം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സകല തത്വരൂപിണിയായിരിക്കുന്ന പരമേശ്വരിയാണ് എന്ന് ആദിശങ്കര ഭഗവത്പാദർ പറയുന്നു. എല്ലാ തത്വങ്ങളും പരമേശ്വരിയായിരിക്കുന്ന പരാശക്തി തന്നെയാകുന്നു. ഏറ്റവും അധികം തത്വങ്ങൾ ഉള്ളത് ശാക്തേയത്തിലാണ്, 36 തത്വങ്ങളാണത്. ശൈവത്തിൽ 25 തത്വങ്ങളേ ഉള്ളൂ, വൈഷ്ണവത്തിൽ 20 തത്വങ്ങളേ ഉള്ളൂ. പിന്നെ കൗമാരം, കാർത്തികേയം, സൗരം എന്നുള്ള മതങ്ങളാണ്. പിന്നീട് ബൗദ്ധം, ചരക സമ്പ്രദായം, പിന്നെ ഇസ്ലാം, ക്രൈസ്തവം, 19 പ്രധാനപ്പെട്ട 18-19 റിലീജിയൻ ഉണ്ട് വേൾഡിൽ. കൊറിയയിൽ 2 റിലീജിയൻ, 3 റിലീജിയൻസ് ഉണ്ട്. അങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ ഭൂലോകത്തിൽ മനുഷ്യജീവികൾ വളരെ വളരെ അപൂർവമായ ഒരു സൃഷ്ടിയാകുന്നു ദൈവം. ഒരറിവിൽ നിന്നും 6 അറിവിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ജീവനെ, അതുപോലെ തന്നെ ബുദ്ധി വലിപ്പത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയാണ് തിരിച്ചറിയുവാനുള്ള ഡിസ്ക്രിമിനേഷൻ പവർ എന്ന് പറയും. വിവേകമുള്ള ബുദ്ധിയായി പരിണമിക്കപ്പെട്ട മനുഷ്യജീവരാശിയും പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ജീവിച്ചു പോകുന്നത്. നമ്മൾ വിചാരിക്കും, നമ്മളിപ്പോൾ ദൈവത്തിനൊന്നും വിളിക്കാറില്ലല്ലോ, അല്ലെങ്കിൽ ദൈവത്തിനൊന്നും ഹലോ ഒന്ന് പറയാറില്ലല്ലോ, അല്ലെങ്കിൽ ദൈവത്തിനോട് പൂജയൊന്നും ചെയ്യാറില്ല, ഇൻഫാക്ട് ദൈവത്തിനെ എതിർക്കുക പോലും ചെയ്യുന്നുണ്ടല്ലോ, എങ്ങനെ ഞാൻ എങ്ങനെ സുഖമായിരിക്കുന്നു? അതാണ് അവിടെ രഹസ്യം. നമ്മളുടെ ഈ ജീവിതം ഇന്ന് തുടങ്ങിയതല്ല, ഈ യുഗം തുടങ്ങുന്നതിന് മുമ്പിൽ തന്നെ ഉള്ളതാകുന്നു. പല ജീവികളുടെ ശരീരത്തിൽ ഇരുന്നതിന് ശേഷമാണ് ഒടുവിൽ ഈ മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നത്. മനുഷ്യജന്മത്തിൽ തന്നെ അത്യധികം അപൂർവമാകുന്നു ഒരു ഭക്തനായിരിക്കുന്ന ബ്രാഹ്മണ ജന്മം എന്ന് പറയപ്പെടുന്നു. അതിനെല്ലാം കാരണം ഈ ഡാർവിൻ തിയറി ഉണ്ടല്ലോ. ഒരു അമീബിയസ് അല്ലെങ്കിൽ ഒരു സെല്ലുള്ള ജീവി പിന്നീട് അത് വലുതായി ഉരകത്തിൻ്റെ അല്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങുന്നതായി, പിന്നെ അതിൽ നിന്ന് പറക്കുന്നതായി, പിന്നെ ഇരുന്ന് 2 കാലോട് കൂടി നടക്കുന്ന ഒരു മൃഗമായി, പിന്നീട് ആ ഏപ്സ് എന്ന് പറയുന്ന മങ്കി, പിന്നീട് മനുഷ്യനായി എന്നെല്ലാം പറഞ്ഞു വരുന്നുണ്ട്. ഒരു കണക്കിൽ ഇത് കോണ്ടെക്സ്റ്റ് വൈസ് സത്യമാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല മനുഷ്യ സൃഷ്ടി. മനുഷ്യ സൃഷ്ടി മനുഷ്യനായി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് മുമ്പിൽ പല ജീവരാശികൾ ഉണ്ടായിരുന്നു. ഒടുവിലാണ് മനുഷ്യ സൃഷ്ടി ദൈവം ചെയ്ത ശേഷം സൃഷ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി സൃഷ്ടിയുടെ ആവശ്യമില്ല, ഇവൻ തന്നെ മതി, നമ്മളെ തന്നെ വകവരുത്തിക്കൊള്ളും എന്ന് ദൈവം തീരുമാനിച്ചു. അതാണ് ഈ മനുഷ്യ സ്വഭാവം. അങ്ങനെ എല്ലാവിധമായിരിക്കുന്ന തത്വങ്ങളുടെയും രൂപത്തിലുള്ളവൾ എന്നാണ് ആദിശങ്കര ഭഗവത്പാദർ ഈ ശ്ലോകം കൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. രാവിലെ കിഴക്ക് മുഖമായി ഇരുന്ന് 45 ദിവസം ദിവസവും 1000 പ്രാവശ്യം ഈ സ്തോത്രത്തെ ജപം ചെയ്യേണ്ടതാകുന്നു. അങ്ങനെ ജപം ചെയ്ത് സിദ്ധി വരുമ്പോഴാകുന്നു ഹൃദ്രോഗം അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ രോഗം അല്ലെങ്കിൽ ക്ഷയരോഗം അല്ലെങ്കിൽ പലവിധമായ അസുഖങ്ങളും എല്ലാം മാറി നല്ല ഒരു ഹെൽത്തി ആയിരിക്കുന്ന ഒരു ജീവിതത്തെ അല്ലെങ്കിൽ ഒരു ശരീരത്തെ ദൈവം നമുക്ക് തരുന്നു എന്നാണ് ഈ സ്തോത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിവേദ്യം പായസം, തേൻ, ശർക്കര എന്നുള്ള 3 ആഹാര വസ്തുക്കളെയാണ് പരാശക്തിക്ക് നിവേദ്യമായി കൊടുക്കുവാൻ ആദിശങ്കര ഭഗവത്പാദർ നിർദ്ദേശിക്കുന്നത്. ഒരു വിചിത്രമായ ചക്രമാകുന്നു. ആ ചക്രത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ബീജാക്ഷരങ്ങൾ ക്ഷാം, ഷീം, ഷൂം, ഷും എന്നുള്ള ബീജാക്ഷരങ്ങളാകുന്നു. ക, ഷ രണ്ടും ചേർന്നതാകുന്നു ഈ ബീജാക്ഷരം. ഒരു കാര്യം മനസ്സിലാക്കണം, പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം, പഞ്ചഭൂതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതെല്ലാം പഞ്ചഭൂതത്തിലേക്ക് ഉണ്ടാവില്ല. പഞ്ചഭൂതത്തിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് നമ്മളെ ശരീരത്തെ ബാധിക്കും. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങൾക്ക് മുമ്പിൽ തന്നെ മനസ്സ് എന്നുള്ള ഒരു തത്വത്തെയും ദൈവം സൃഷ്ടിക്കുന്നു. മനസ്സിനെ സൃഷ്ടിച്ച ശേഷമാണ് പഞ്ചഭൂതങ്ങളെ ചെയ്ത്, അതായത് മൂലപ്രകൃതിയിൽ നിന്നും പ്രകൃതി എന്നുള്ള തത്വത്തെ ഉണ്ടാക്കി ആ പ്രകൃതിയിലൂടെ സംസ്കരിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളെ നിർമ്മിച്ചു. സർവഭൂതങ്ങളിലും ഉള്ള മഹാശക്തിയാകുന്നു. സർവഭൂതധമനായൈ നമഃ എന്ന് പറയാറുണ്ട് രുദ്രജമകത്ത്. അങ്ങനെ സർവഭൂതങ്ങളിൽ നിന്നും പ്രത്യേകമായി എടുക്കപ്പെട്ട ഈ 5 ഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിപ്പോരുന്നത്. സ്തോത്രം എന്ത് പറയുന്നു എന്ന് നോക്കാം. മനസ്ത്വം, വ്യോമത്വം, മരുതസി,
മരുത്സാരഥിരസി ത്വമാപഃ ത്വം ഭൂമിഃ ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതിഭാവേന ബിഭൃശേ. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരധിരസി ത്വമാപസ്ത്വം ഭൂമിസ്ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതീഭാവേന ബിഭൃശേ. മനസ്ത്വം, മനസ് എന്ന തത്വമായി രൂപാന്തരപ്പെട്ടവൾ, പരിണമിക്കപ്പെട്ടവൾ. മനസ്സെന്നുള്ള തത്വത്തെ പരാശക്തി സൃഷ്ടിക്കുന്നു. ഈ മനസ്സിനെ മനുഷ്യ ശരീരത്തിന്റെ ഭ്രൂമധ്യത്തിലാണ്, രണ്ട് പുരികങ്ങൾക്കും നടുവിലുള്ള ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രം എന്ന് പറയപ്പെടുന്ന ആജ്ഞാചക്രത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഹ ഷ എന്നുള്ള രണ്ട് ബീജാക്ഷര മന്ത്രങ്ങളാണ് ആജ്ഞാചക്രത്തിനുള്ളത്. ആ ആജ്ഞാചക്രത്തിൽ മനത്തത്വം എന്നുള്ള മനസ്സിന്റെ തത്വരൂപത്തിൽ ഉള്ളവൾ. മനസ്സിനും മൈൻഡിനും വ്യത്യാസമുണ്ട്. മനസ്സിന് 4 പ്രകൃതമാണ് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രത്തിൽ. മഹാത്മാക്കൾ കണ്ടുപിടിച്ചതാണെല്ലാം. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കല്ല മനസ്സ്. പക്ഷേ മനസ്സിന് വേറെ വാക്കില്ലാത്തതുകൊണ്ട് മൈൻഡ് എന്നുള്ള വാക്കിനെ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു പോരുന്നു. അതുപോലെ തന്നെ ആത്മാവെന്ന് സോൾ എന്ന് പറയപ്പെടുന്നു. സോൾ അല്ല ആത്മാവ്. സോൾ എന്ന് പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ആത്മാ എന്നുള്ള വാക്കിന് ലിമിറ്റേഷൻ ഇല്ല, ഇൻഫിനൈറ്റ് ആകുന്നത്. പക്ഷേ നമ്മളുടെ പ്രാകൃത ജീവിതത്തിൽ ഇതെല്ലാം മനസ്സിലാക്കി തീർക്കാൻ വേണ്ടി നമുക്കൊരു ഭാഷ ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് അതിന് ഏറ്റവും അധികം അടുത്തുള്ള ഒരു വാക്ക് ഉപയോഗിക്കാം എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥത്തെ കൊടുക്കുന്നില്ല. വ്യോമത്വം, ആകാശം എന്ന തത്വം വിശുദ്ധി ചക്രത്തിൽ കുടികൊള്ളുന്നു. അല്ലെങ്കിൽ ഈ ആകാശ തത്വമായി പരിണമിക്കപ്പെട്ട പരാശക്തി വിശുദ്ധി ചക്രം എന്ന് പറയപ്പെടുന്ന ഖണ്ഡപത്മത്തിൽ വാസം ചെയ്യുന്നു. ഈ ഖണ്ഡപത്മത്തിലുള്ള വിശുദ്ധി ചക്രത്തിന് 16 ദളങ്ങളാണുള്ളത്. 16 ശക്തിരൂപിണികളാകുന്നു ഇവിടെ നമ്മുടെ ശരീരത്തെയും ഈ പ്രപഞ്ചത്തെയും നിരന്തരമായി പരിണമിപ്പിക്കുകയും രക്ഷിച്ചു വരികയും ചെയ്യുന്നത്. അതിനുശേഷം മരുദസി, മരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായു. അനാഗതാചക്രത്തിലുള്ള വായുതത്വമായി പരാശക്തി പരിണമിക്കപ്പെട്ടു. അനാഗതാചക്രം എന്ന് പറയപ്പെടുന്നത് 12 ദളങ്ങളോടുകൂടിയ ഹൃദയപത്മത്തിലാകുന്നു ഈ അനാഗത ചക്രമുള്ളത്. ആ അനാഗത ചക്രത്തിന്റെ രൂപമായി തീർന്നവൾ പിന്നീടോ മരുത്സാരഥിരസി, സ്വാധിഷ്ഠാന ചക്രത്തിലുള്ള അഗ്നിതത്വമായി പരാശക്തി പരിണമിക്കപ്പെട്ടു. സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയപ്പെടുന്നത് 6 ദളങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അഗ്നിതത്വം, പ്രപഞ്ചത്തിലുള്ള പഞ്ചഭൂതങ്ങളിലെ അഗ്നിതത്വം നമ്മളുടെ സ്വാധിഷ്ഠാന ചക്രത്തിലാകുന്നു കുടികൊള്ളുന്നത്. അല്ലെങ്കിൽ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ രൂപമായി പരിണമിക്കപ്പെട്ടവൾ. സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയപ്പെടുന്നത് നമ്മളുടെ ജനനേന്ദ്രിയത്തിന് പിന്നിലുള്ള ഒരു ചക്രമാകും. ത്വാമാപഹ, ആപഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം. അത് മണിപൂരത്തിൽ ജലതത്വമായി പരാശക്തി പരിണമിക്കപ്പെട്ടു. മണിപൂരകം എന്ന് പറയപ്പെടുന്നത് 10 ദളങ്ങളോട് കൂടിയതാകുന്നു. ജലത്തിന് 10 ഗുണങ്ങളാണ് ഉള്ളത്. നമ്മളെല്ലാം സയൻസിൽ 2 or 3 കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളൂ. H2O, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നുള്ളതിൻ്റെ മിക്സിംഗ് ആണ് നാം ശ്വസിക്കുന്ന ഓക്സിജൻ. അതിൽ മുഖ്യമായിരിക്കുന്ന ജലം. ജലത്തിൽ 65% കൂടുതൽ ഓക്സിജനാണ് ഉള്ളത്. അങ്ങനെ മണിപൂരകം എന്ന് പറയപ്പെടുന്ന നാഭിപത്മത്തിലാകുന്നു മണിപൂരക ചക്രം. ആ മണിപൂരക ചക്രത്തിൽ ജലതത്വമായി പരാശക്തി മാറപ്പെട്ടു. ത്വം ഭൂമിഹി, നീ തന്നെയാകുന്നു, പരാശക്തിയായ നീ തന്നെയാകുന്നു ഭൂമിതത്വം എന്ന് പറയപ്പെടുന്ന മൂലാധാര ചക്രം. ആ മൂലാധാര ചക്രത്തിൽ ഭൂമിതത്വമായി പരാശക്തി കുടികൊള്ളുന്നു. മൂലാധാര പത്മം വീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇരിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ ഇരിക്കുന്നത്, മനുഷ്യന് 3 പ്രത്യേകമായ ബെൻഡിങ്ങാണ് ഉള്ളത് അല്ലേ? ഒന്ന് കാൽമുട്ട്, ഇനിയൊന്ന് ഇടുപ്പ്, ഇനിയൊന്ന് കഴുത്ത്. ഈ 3 സ്ഥലങ്ങളാണ് മനുഷ്യന് ശരീരത്തിലെ മടക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ. അതിൽ അതിപ്രാധാന്യമാകുന്നു ഇടുപ്പ്. ഇടുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇരിക്കാനും സാധ്യമല്ല, നിൽക്കാനും സാധ്യമല്ല, കിടക്കാനും സാധ്യമല്ല എന്നുള്ള വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഈ മൂലാധാരം, പൃഥ്വി തത്വം എന്ന് പറയപ്പെടുന്ന എല്ലാ ആധാര ചക്രങ്ങൾക്കും ആധാരമായിരിക്കുന്നത്, അടിസ്ഥാനമായിരിക്കുന്ന ചക്രമാകുന്നു മൂലാധാര ചക്രം. ആ മൂലാധാര ചക്രത്തിൽ ഭൂമി തത്വമായി പരിണമിക്കപ്പെട്ടവൾ. ഭൂമി
വളരെയേറെ മാർദ്ദവമുള്ളതും അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആണ്. അത്ര എളുപ്പത്തിലൊന്നും മാറുന്ന ഒരു ഗ്രഹമല്ല അത്. ഗ്രഹമെന്ന് വിളിച്ചുകൂടാ എങ്കിൽ പോലും ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് ഭൂമി മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ മോസ്റ്റ് സ്റ്റേബിൾ ആകുന്നു. ബില്യൺസ് ഓഫ് ഇയേഴ്സിന് ശേഷം പോലും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഭൂമിക്ക്. അതായത് ഭൂമിയുടെ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നും വളരെ കുറച്ച് മാത്രമാണ് ഒരു വർഷം കൊണ്ട് മൂവ് ആകുന്നത്. ഭൂമി ഉള്ള സ്ഥലത്ത് നിന്നും മാറപ്പെടുന്ന കണക്ക് 4 സെക്കൻഡ് ആകുന്നു. ഒരു വർഷത്തിൽ 4 സെക്കൻഡാണ് ഭൂമി ഇപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൽ നിന്നും കീഴ്പോട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെ 4 സെക്കൻഡ് വീതം കണക്ക് കൂട്ടി ഇന്ന് നോക്കുമ്പോൾ അതിന് അയനാംശം എന്ന് പറയപ്പെടുന്നു. ആ അയനാംശം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാൽക്കുലേഷനാണ് ജ്യോതിശാസ്ത്രത്തിൽ. അപ്പോൾ നിരയന എന്ന് പറയപ്പെടുന്നു ആ പൊസിഷൻ. ശയനം, നിരയനം, ഞാൻ പല സ്ഥലങ്ങളിൽ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളതിനെക്കുറിച്ച്. അങ്ങനെ മോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കുന്ന ഈ ഭൂമി തത്വം, ഭൂമിയാണ് സർവം, ഭൂമിയിലാണ് എല്ലാം ജനിക്കുന്നതും മരിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം തന്നെ ഭൂമി. അപ്പോൾ അങ്ങനെ ഭൂമി തത്വമായി പരാശക്തി പരിണമിക്കപ്പെട്ടു. ഈ പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിച്ച ശേഷം പരാശക്തിക്ക് എളുപ്പമല്ലേ മനുഷ്യ ജീവിതത്തെ ഉണ്ടാക്കി തീർക്കാൻ? മറ്റുള്ള ജന്തുക്കൾക്കെല്ലാം നമ്മളെ മാതിരിയുള്ള ഫെസിലിറ്റീസ് ഇല്ല. 4 കാല് നടക്കുന്നവരാണ്, കാലില്ലാതെ നടക്കുന്നവരാണ്, പറക്കുന്നവരാണ്. മനുഷ്യനെ പോലെയുള്ള സ്റ്റേബിൾ അല്ല. വേണമെങ്കിൽ നിൽക്കും, വേണമെങ്കിൽ ഓടും, വേണമെങ്കിൽ ഇരിക്കും, വേണമെങ്കിൽ കിടക്കും. എല്ലാം അവൻ്റെ സ്വന്തം കൺട്രോളിലുള്ള ഒരു ജീവിതം, ഒരു ശരീരത്തെയാണ് പരാശക്തി സൃഷ്ടിക്കുന്നത്. മനസ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട്, മനസ്സിനെ പ്രാധാന്യമാക്കി വെച്ചുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയായതുകൊണ്ട് മനുഷ്യൻ എന്നുള്ള പേര് നൽകി ദേവി. അല്ലാണ്ട് ഈ മനുഷ്യൻ എന്നുള്ള ഈ പേരോ മനുഷ്യൻ എന്നുള്ള ശരീരമോ ഡാർവിൻ തിയറി അനുസരിച്ച് വളരെ സ്ലോ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ക്രോസ് ചെയ്ത് മുകളിൽ വന്നതല്ല. അവരും ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ശേഷം ഒടുവിലാണ് സ്വാഹാ സ്വധാ മതിർമേത ശ്രുതിസ്മൃതനുത്തമായി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വ്യാഖ്യാനമുണ്ട്. അബുദ്ധിപൂർവമായ സൃഷ്ടികളെ ചെയ്ത് ഫൈനലായിട്ട് അത്യധികം ബുദ്ധിരൂപമായിരിക്കുന്ന ഒരു ജീവിയെ സൃഷ്ടിക്കുന്നതാകുന്നു ഈ മനുഷ്യ ശരീരം. ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഡാർവിൻ പറഞ്ഞതായിട്ടുള്ള തിയറി കുറച്ച് മാച്ച് ആവുന്നുണ്ട് എന്ന് പറയാം. ലോകത്തിൽ എല്ലാത്തിലും സ്ഥൂലം സൂക്ഷ്മം എന്നുള്ള 2 ഭാഗങ്ങളുണ്ട്. അതുപോലെ അത് സ്ഥൂലമാണെങ്കിൽ നമ്മൾ സൂക്ഷ്മമാണ്. ആധ്യാത്മികം എന്ന് പറയപ്പെടുന്നത് സൂക്ഷ്മത്തെ അടിസ്ഥാനം ചെയ്താണ് ജീവിച്ചു വരുന്നത്. നമുക്ക് സ്ഥൂലം അത്ര വലിയ കാര്യമുള്ളതല്ല. അങ്ങനെ നഹി പരം, പരാശക്തിയിൽ നിന്നും വേറെയായിരിക്കുന്ന ഒരു തത്വവും ഒരു വസ്തുവും ഒരു പൊരുളും ഈ ലോകത്തിൽ ഇല്ല. ത്വമേവ, നീ തന്നെയാകുന്നു, സ്വാത്മാനം, സ്വസ്വരൂപത്തെ പരിണമിപ്പിച്ചുകൊണ്ട്, നിന്റെ ആത്മസ്വരൂപത്തെ തന്നെയാണ് നീ പരിണമിക്കപ്പെട്ടത്, മാറ്റപ്പെട്ടത്. എന്തായിട്ട് മാറ്റപ്പെട്ടു? വിശ്വവപുഷാഹ, പ്രപഞ്ചാകാരമായി പരിണമിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? ചിദാനന്ദകാരം, ആനന്ദഭൈരവൻ, ആനന്ദഭൈരവി എന്ന രൂപത്തെ ശിവയുവതി ഭാവേന, ശിവശക്തി ഭാവനയാൽ പരാശക്തി നിർമ്മിക്കപ്പെട്ടു. ഭിഭൃഷേ, ഭരിക്കുന്നു ദേവി. അതായത് പ്രപഞ്ചത്തെ ആനന്ദഭൈരവനായി സൃഷ്ടിച്ചു. ആ പ്രപഞ്ചത്തെ ആനന്ദഭൈരവൻ എന്ന പരാശക്തിയുടെ ഭർത്താവായ ആ പുരുഷശക്തിയെ, പൊട്ടൻഷ്യൽ എനർജിയെ ദേവി ചലിപ്പിക്കുവാൻ വേണ്ടി, പലതാക്കി തീർക്കുവാൻ വേണ്ടി ആ പ്രപഞ്ചത്തോട് തന്നെ ചേരുകയും ചെയ്തു. അതാണ് മൂലാധാരത്തിൽ നിന്നും പരാശക്തി പതുക്കെ എണീറ്റ് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രതരപത്മം എന്ന് പറയപ്പെടുന്ന സഹസ്രാരപത്മത്തിലേക്ക് പരബ്രഹ്മമായിരിക്കുന്ന പരരന്ധ്രം എന്ന് പറയപ്പെടുന്ന ശക്തിയാകുന്നു ഇവിടെയുള്ളത്. ചിദാകാശത്തിൽ ചിത്രൂപിണിയായിരിക്കുന്ന പരാശക്തി. അങ്ങനെ ശിവനുമായി ആമോദിച്ച് ശരീരമാസകലം പരാശക്തിയുടെ അനുഗ്രഹം ലഭിക്കുന്നു. അങ്ങനെ ജീവരസമുണ്ടായി ആ ജീവൻ രസമാകുന്നു മനുഷ്യ ശരീരത്തെ രക്ഷിച്ചു വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഓട്ടോമൊബൈൽസിൽ ഗീർ ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിലുണ്ട്. അതാണ് ഗീറിനെ നിയന്ത്രിക്കുന്നത്. സ്റ്റീറിംഗ് ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിലുണ്ട്. അതാണ് സ്റ്റീറിംഗിൻ്റെ മൂവ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ഗ്രീസ്, മറ്റുള്ള എല്ലാ ലൂബ്രിക്കൻസും ആ ഓട്ടോമൊബൈലിനെ ചലിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ നിന്നും നിർമ്മിക്കപ്പെട്ട പരാശക്തിയുടെ മഹത്വത്വം എന്ന് പറയപ്പെടുന്ന ജീവരസമാണ് മനുഷ്യജീവികളെയും മറ്റു ജീവികളെയും ചലിപ്പിക്കുന്നത്. അങ്ങനെ സർവമായി തീർന്നവൾ ദേവി. അതുകൊണ്ട് ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയുടെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് പരാശക്തിയുടെ മുഖം നോക്കിയിരുന്ന് പറയുകയാണ്, അല്ലയോ പരമേശ്വരി മഹാമായേ, ചിത്ശക്തി രൂപിണിയായിരിക്കുന്നവളല്ലേ നീ. അതുകൊണ്ട് ചിത്തിൻ്റെ രൂപത്തിലുള്ളവൾ. അതുകൊണ്ട് നീ തന്നെയാണ് മനസ്സും ആകാശവും
വായുവും അഗ്നിയും ജലവും ഭൂമിയും ആയി പരിണമിക്കപ്പെട്ടത്. ആ പരിണാമത്തിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തി ശിവനിൽ ലയമാകുന്നതിൻ്റെ സ്വാരസ്യമാകുന്നു ഇവിടെ പറയപ്പെടുന്നത്. പരമശിവന്റെയും പരാപട്ടാരിക എന്ന് പറയപ്പെടുന്ന ദേവിയുടെയും രൂപത്തെ ധരിക്കുന്നു. ഇതിനെ പരബ്രഹ്മസ്വരൂപം എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കുണ്ടലിനി ശക്തി രൂപിണിയായ പരമേശ്വരി ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയുടെ ധ്യാനയോഗാദികൾ ചെയ്യുന്നത് സമയമതം എന്ന് പറയുന്ന മതത്തിലെ ആചാരാനുഷ്ഠാനം അനുസരിച്ചാണ്. അദ്ദേഹം കണ്ണടച്ചിരുന്ന് തൻ്റെ ശരീരത്തിൽ മൂലാധാരം മുതൽ സഹസ്രാരപത്മം വരയ്ക്കും പരാശക്തിയായ കുണ്ടലിനി ശക്തിയെ ധ്യാനിക്കുമ്പോൾ ആരാണ് ധ്യാനദേവത, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ധ്യാനിക്കുമ്പോൾ ഇന്ന് ലഭിക്കുന്നു എന്നുള്ള മഹതത്വങ്ങളെല്ലാം പരാശക്തിയെക്കുറിച്ച് വ്യാഖ്യാനിച്ച് ദേവിയെ പരാമർശിച്ചാണ് പറയുന്നത്. അങ്ങനെ ആജ്ഞാചക്രത്തിലെ മനത്തത്വം എന്ന് പറയപ്പെടുന്നു. ആജ്ഞയാകുന്നു, മനസ്സെപ്പോഴും ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. ആ മനത്തത്വമായിരിക്കുന്ന രൂപിണി ദേവി. അപ്പോൾ നമ്മളുടെ മനസ്സും ശക്തിയുടെ രൂപമാണ് എന്നുള്ള ധാരണയാണ് നമുക്ക് വളരെ പ്രാധാന്യം. മനുഷ്യൻ ധ്യാനിക്കുമ്പോഴെല്ലാം മനസ്സുകൊണ്ടാണ് ധ്യാനിക്കുന്നത്, മനസ്സുകൊണ്ടാണ് എല്ലാത്തിനെയും നോക്കുന്നത്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്നാണ് പ്രമാണം. മനസ്സ് തന്നെയാണ് കാരണമാകുന്നത് ബന്ധത്തിനും മോക്ഷത്തിനും. അപ്പോൾ മനുഷ്യന്റെ മനക്കണ്ണുകൊണ്ടാണ്, മനസ്സുകൊണ്ടാണ് അവൻ ഈ ലോകത്തെ മുഴുവൻ അളന്ന് തീർക്കുന്നത്. അത്രയധികം ശക്തിയാണ് ആ മനസ്സ് ബുദ്ധിയോടുകൂടി ചേർന്ന്. മനസ്സ്, ബുദ്ധി, ചിത്തി, അഹങ്കാരം എന്നുള്ള 4 അന്ധകരണങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായ തത്വങ്ങൾ. ഇവരാണ് ബാഹ്യകരണങ്ങളെല്ലാം ചലിപ്പിക്കുന്നതും രക്ഷിക്കുന്നതും പോറ്റി വളർത്തുന്നതും എല്ലാം തന്നെ. അങ്ങനെ നമ്മളുടെ ശരീരത്തിൽ ആജ്ഞയിൽ മനസ്സുണ്ട്, ഖണ്ഡപത്മത്തിൽ കഴുത്തിൽ ആകാശമുണ്ട്, ഹൃദയത്തിൽ വായുവുണ്ട്, നാഭിപത്മത്തിൽ ജലം, അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിൻ്റെ പുറകിലിരിക്കുന്ന സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നിയുണ്ട്, അതിനും പുറകിലായിരിക്കുന്ന മൂലാധാരപത്മത്തിൽ ഭൂമിതത്വമായി പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ നട്ടലിൻ്റെ അഗ്രഹത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നവർക്ക് ഇരിക്കാൻ പറ്റില്ല, വേദന കൊണ്ട്. ഇതാണ് അതിൻ്റെ രഹസ്യം. ഭൂമിതത്വം വളരെ വളരെ വീക്കായിരിക്കുന്ന ഒരു ശരീരം എന്നർത്ഥം. അങ്ങനെ എല്ലാമായി പരിണമിക്കപ്പെട്ട ഈ പരാശക്തിയെ ഒരു സാധകൻ ധ്യാനയോഗത്തിലൂടെ പരാശക്തിയെ അറിയുമ്പോൾ, പ്രത്യേകിച്ച് കൗളമതം അനുസരിച്ച്, കൗളമതത്തിൽ മൂലപ്രകൃതിയായിരിക്കുന്ന പരാശക്തി തന്നെയാണ് ജഗത് കാരണവും ജഗത് രൂപവുമായി പരിണമിക്കപ്പെടുന്നത്. പരാശക്തിക്ക് ശേഷത്വമില്ല എന്നാണ് ഇതിൻ്റെ രഹസ്യം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. ഇതിനെ പരിണാമമതം എന്നും പറയപ്പെടുന്നു. 1 2 2 4 4 8 8 16 എന്നുള്ള ഇങ്ങനെ വിഭജനം ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എക്സ്പാൻഷൻ ഈസ് കീപ് ഹാപ്പനിങ്. എല്ലാം എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ചിന്തനകളും അതേമാതിരി തന്നെയാകുന്നു. ഈ എക്സ്പാൻഷനിൽ വരുന്ന വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള പ്രശ്നങ്ങൾ ക്വാളിറ്റി നഷ്ടമാകുകയും ക്വാണ്ടിറ്റി അധികമാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡോണ്ട് ഡു ഔട്ട്വേർഡ് തിങ്കിങ്, ഡു ഓൾവേസ് ഇന്നർ തിങ്കിങ്. ഇൻട്രോവേർഡായിട്ട് ഇന്നർ തിങ്കിങ് ആണ് നമുക്ക് പ്രാധാന്യം എന്ന് പറയപ്പെടുന്നു മഹർഷികളെല്ലാം. നാം അപ്പോഴാണ് നമുക്ക് ക്വാളിറ്റി കിട്ടുക. പുറത്ത് നോക്കും തോറും നമുക്ക് ക്വാണ്ടിറ്റി ഇൻക്രീസ് ആകും. ആ ലോകം അത്ര വലുതാണ്, നമ്മളിപ്പോൾ ആകാശത്തിൽ കൂടി പറക്കുന്നു, അല്ലെങ്കിൽ അന്യഗ്രഹങ്ങളിൽ നമ്മൾ എത്തിച്ചേരുന്നു, ഇതെല്ലാം ക്വാണ്ടിഫയബിൾ. അതിലൊന്നും ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് എന്താ അച്ചീവ്മെന്റ്? എത്ര ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് സ്പെൻഡ് ചെയ്ത് ഓരോ കൺട്രികളും വാശി പിടിച്ച് ചൊവ്വയിലേക്ക് റോക്കറ്റ് അയക്കുന്നു, ജുപ്പിറ്ററിലേക്ക് അയക്കുന്നു, സൂര്യനിലേക്ക് അയക്കുന്നു, നക്ഷത്രമണ്ഡലത്തിലേക്ക് അയക്കുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? മനുഷ്യന് ഈ 120 വർഷം ആയുസ്സുള്ള ഈ കലിയുഗത്തിൽ 50 60 70 വർഷം ജീവിക്കാൻ പോകുന്നു. മനുഷ്യനായി ജീവിച്ചാൽ പോരെയോ? ഇതെല്ലാം അന്വേഷിച്ച് പിടിക്കേണ്ടത്, ഇതിൻ്റെ അവിടെ എല്ലാം പോയി പ്രാകൃതമായതിൽ അന്വേഷിച്ച് എന്താ നമുക്ക് ലാഭം കിട്ടാനുള്ളത്? ഒരുത്തർക്കും പ്രകൃതിയിൽ സംഭവിക്കുന്ന ഏതൊരു മാറ്റത്തിനെയും അഡ്വാൻസ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ചെയ്യുകയാണെങ്കിൽ അത് യഥാർത്ഥമായി വരാറുമില്ല. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ മഴ പെയ്യും അല്ലെങ്കിൽ പെയ്യില്ല. സോ ഇതിനെല്ലാം കാരണം ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി, ഗ്രോസ് വേഴ്സസ് സെറ്റിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ കാര്യബിന്ദുവിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, കാരണബിന്ദുവിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ശരീരം എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ശരീരം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഞാൻ എന്തുകൊണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരെ മാതിരി ഇല്ല? അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള
വ്യത്യാസം മറ്റുള്ള ശരീരങ്ങൾ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഈ ഓരോ ചിന്തകളും അകത്തോട്ട് നമ്മൾ ഇരുന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഞാൻ ഈ ശരീരമല്ല, ഞാൻ എന്ന് പറയുന്നത് പരബ്രഹ്മത്തിന്റെ ഒരു ഘടകമായ ആത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവനാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജീവോ ബ്രഹ്മൈവ നാപര എന്നാണ് അദ്വൈത സിദ്ധാന്തം. അങ്ങനെ പ്രപഞ്ചം മുഴുവനും പഞ്ചഭൂതാത്മകമായി തീരുന്നു. ആ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപങ്ങൾ പൃഥിവ്യാദി തന്മാത്രാരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ആകാശത്തിന് തന്മാത്രയുണ്ട്, അതാണ് ശബ്ദം. ശബ്ദം എന്ന് വെച്ചാൽ ധ്വനി, ശബ്ദസ്പർശ രൂപരസഗന്ധം. ഇതാണ് പഞ്ചഭൂതങ്ങൾക്കുള്ള തന്മാത്രാരൂപം. അങ്ങനെ തന്മാത്രാരൂപമായി ദേവി തന്നെയാണ് പരിണമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം പരിണാമത്തിന്റെ ഫലമാകുന്നു ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും. ഈ ശരീരവും പരിണാമം തന്നെയാകുന്നു. ഒരു മാതാപിതാവും കൂടി ചേർന്ന് ഭോഗം ചെയ്ത് ഗർഭധാനത്തിലൂടെ അണ്ടത്തിനെയും ബീജത്തിനെയും സംയോജിപ്പിച്ച് വളർത്തി വലുതാക്കി വന്നതുകൊണ്ടാണ് ഒരു ശരീരം പുറത്തു വരുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ പരാശക്തി തൻ്റെ ഉദരത്തിൽ ഗർഭമായി ധരിച്ച് അതിൽ നിന്നും ഉത്പത്തി ചെയ്തതാകുന്നു ഈ പ്രപഞ്ചം മുഴുവനും. ആ പ്രപഞ്ചത്തിലുള്ള അണ്ടചരാചരത്തിലെ സ്ഥാപകര ജംഗമം എന്ന് പറയപ്പെടുന്നു. മൂവ് ചെയ്യുന്നതും മൂവാൻ ചെയ്യാത്തതും, ടാൻജിബിൾ ആൻഡ് നോൺ ടാൻജിബിൾ എല്ലാം തന്നെ ശക്തിയായിരിക്കുന്ന പരാശക്തി എന്നുള്ള തത്വത്തിൽ നിന്ന് തന്നെയാണ് വിഭജിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നാം വണങ്ങുമ്പോഴും പൂജ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ശക്തിയെ തന്നെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ ആദിശക്തിയായ പരാശക്തിയാകട്ടെ സ്വയമേവ വ്യക്തിയായി ഭവിച്ച് വീണ്ടും വീണ്ടും ഉത്തരോത്തരം സൃഷ്ടി ചെയ്തു. അതുകൊണ്ടാണ് പരാശക്തിയെ സൃഷ്ടികാരണഭൂതയായ ആദിശക്തി എന്ന് പറയപ്പെടുന്നത്. ഈ ശക്തി ഇച്ഛാരൂപിണിയാണെങ്കിലും നിർവിഷയമായ ചിത്തത്തിൽ നിന്ന് സ്വയമേവ ഭവിച്ചതുകൊണ്ട് ജ്ഞാതൃജ്ഞാനജ്ഞേയങ്ങൾ അല്ലെങ്കിൽ ത്രിപുടി എന്ന് പറയപ്പെടുന്ന ധ്യാന ധ്യാതൃധ്യേയം ഇവർകൾക്കെല്ലാം ആദിയായിരിക്കുന്ന കാരണഭൂതയായി ചിദ്രൂപിണിയായി ഭവിച്ചു. അതുകൊണ്ട് പരാശക്തി എല്ലാ രൂപത്തിലുമുണ്ട്, എല്ലാ നാമത്തിലുമുണ്ട്, എല്ലാ തത്വങ്ങളിലുമുണ്ട് എന്നുള്ള രഹസ്യത്തെ ആദിശങ്കര ഭഗവത്പാദർ ധ്യാനത്തിലൂടെ മനസ്സിലാക്കി പരാശക്തിയെ നേരിട്ട് കണ്ട്, പരാശക്തിയാണല്ലോ ഭഗവത്പാദരുടെ ബുദ്ധിയിലൂടെ ഇതെല്ലാം അദ്ദേഹത്തിന് തോന്നിപ്പിക്കുന്നത്. അങ്ങനെ പ്രളയകാലം മുതൽ പിന്നീടുള്ള കാലങ്ങളിൽ മാറപ്പെടുന്ന ഓരോ ശക്തികളും അല്ലെങ്കിൽ ഓരോ തത്വങ്ങളും പരാശക്തിയുടെ തന്നെ പരിണാമമാകുന്നു എന്നുള്ള മഹാസത്യത്തെ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ദേവിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത്, പരാശക്തി നീ മായാസ്വരൂപിണിയാകുന്നു, ചിദ്രൂപിണിയാകുന്നു. ഒരു നല്ല സ്തോത്രമുണ്ട്. അംബാ ശാംഭവി ചന്ദ്രരാജമൗളി അപർണ ഉമാ പാർവതി കാളി ഹൈമവതി ശിവാ ത്രിനയനി കാർത്യായനി ഭൈരവി സാവിത്രി നവയൗവന ശുഭകരി സാമ്രാജ്യലക്ഷ്മിപ്രദാ ചിദ്രൂപി പരദേവത ഭഗവതി ശ്രീരാജരാജേശ്വരി. രാജരാജേശ്വരി അഷ്ടകം എന്നുള്ള അഷ്ടകത്തിൽ ഇത്രയും വലിയ പുണ്യനാമങ്ങളെ കൊണ്ടാണ് ഈ സ്തോത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതിലെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരമയായ ചിദ്രൂപിണിയായിരിക്കുന്ന പരാശക്തിക്ക് ബ്രഹ്മം എന്നുള്ള പേരും ആ ബ്രഹ്മത്തിന് മായ എന്നുള്ള ഒരു ശക്തിയുമുണ്ട്. ആ മായ ജഡമാണ്. അതുതന്നെയാണ് പിന്നീട് ജഗത്മായി പരിണമിക്കപ്പെടുന്നത്. മായ തന്നെയാകുന്നു ജഗത്തായി പരിണമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജഗത്ത് എന്ന് പറയുന്ന ജഡവും മിഥ്യയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതാണ് താന്ത്രികന്മാരുടെ തന്ത്രപക്ഷം എന്ന് പറയപ്പെടുന്നു. തന്ത്രവിദ്യയാണ് പൊതുവെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നത്. പല തന്ത്രങ്ങൾക്കും അതിൻ്റെ ഉറവിടം എന്ന് പറയപ്പെടുന്നത് കാശ്മീരാകുന്നു. കാശ്മീരിലെ ശൈവോപാസകർ അല്ലെങ്കിൽ ശക്ത ഉപാസകന്മാരാകുന്നു പല താന്ത്രവിദ്യകളെയും ഈ ലോകത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇന്നതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് ഈ ജഗത്ത് മിഥ്യയായതുകൊണ്ട് മിഥ്യയ്ക്ക് എപ്പോഴും മാറപ്പെടുന്ന ഒരു തത്വം അല്ലെങ്കിൽ മാറുന്ന ഒരു തത്വം എന്നുകൊണ്ട് അതിന് ദ്വൈതം എന്ന് വിളിക്കാം. രണ്ടായിട്ടാണ് കാണുന്നത്. പരിണാമം എന്ന് പറയുമ്പോൾ ഒന്നിൽ നിന്നും ഇന്നൊന്നിലേക്ക്, എല്ലാം ഒന്നാണല്ല, ഒന്നിൽ നിന്ന് ഇന്നൊന്നായി, അപ്പോൾ അവിടെ ദ്വൈതം വന്നു. അതുകൊണ്ട് ഈ ജഗത് ഒരു അജ്ഞാനമാകുന്നു. മനുഷ്യൻ തൻ്റെ ശരീരത്തിലുള്ള
വ്യത്യസ്തമായിരിക്കുന്ന ഓരോ ഘടകങ്ങളെയും ഒന്നിച്ചു കൂട്ടി ഒടുവിൽ മൂലാധാരത്തിൽ ചേർന്നിരിക്കുന്ന പരാശക്തിയെ പതുക്കെ 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 ഓരോ മണ്ഡലങ്ങളും അല്ലെങ്കിൽ ഓരോ ചക്രങ്ങളെയും മറികടന്ന് സദാശിവൻ എന്ന് പറയപ്പെടുന്ന പരബ്രഹ്മത്തിൽ ചേർത്ത് ലയിപ്പിക്കേണ്ടതാകുന്നു. ആ മാർഗത്തെയാണ് ഈ സ്തോത്രം കൊണ്ട് ആദിശങ്കര ഭഗവത്പാദർ പറഞ്ഞു തന്നത്. അങ്ങനെ ചിച്ഛക്തി എന്ന് പറയപ്പെടുന്നത് മാറാത്തൊരു തത്വമാകുന്നു. അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം എന്തോ ഒന്ന് സമ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ എന്തോ ഒന്ന് പുതുതായിട്ട് ഉണ്ടാക്കി തീർക്കണം എന്നുള്ള ആ ഒരു ഇച്ഛ, അല്ലെങ്കിൽ അതാണ് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി പറയപ്പെടുന്ന ആ പരാശക്തിയുടെ ഇച്ഛയാകുന്നു ഇതെല്ലാം കാരണമായി തീർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാം ഉണ്ടായതും ആ ഉണ്ടായതിനെ എല്ലാം അനുഭവിക്കുവാൻ വേണ്ടി മനുഷ്യജീവികളെ പരാശക്തി ഉണ്ടാക്കി തീർത്ത് ആ മനുഷ്യജീവികൾ ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും തിരിച്ച് അവരുടെ ഉദ്ഭവസ്ഥാനത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു പ്രക്രിയയാണ് ഈ ആധ്യാത്മിക ജീവിതം കൊണ്ട് നാം നേടിയെടുക്കുന്നത്. പല കാരണങ്ങൾ പറയാം, അല്ലെങ്കിൽ പല ഉപമകൾ പറയാം. സ്വർണം എന്ന് പറയുന്നത് സ്വർണത്തിൽ നിന്നും പലവിധമായ ആഭരണങ്ങളെ നമുക്ക് ഉണ്ടാക്കാം. ആ ആഭരണങ്ങൾ വീണ്ടും വീണ്ടും വേറെ ഒരു രൂപത്തെ അത് ഏറ്റെടുക്കും. എങ്കിൽ പോലും ആ ബേസിക് ക്വാളിറ്റി എന്ന് പറയപ്പെടുന്ന സ്വർണം റീമെയിൻ സെയിം. അതുപോലെ തന്നെ ഈ വേദാന്തത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് രജ്ജു, കയറും പാമ്പും. അജ്ഞാനം ഉള്ളിടത്തോളം കാലം കയറിനെ കണ്ടത് പാമ്പാണെന്ന് പരിഭ്രമിക്കുകയും പിന്നീട് അടുത്തു പോയി അതിനെ പരിശുദ്ധമായി വിവേചനം ചെയ്ത് നോക്കുമ്പോൾ അത് കയറാണെന്ന് മനസ്സിലാവുകയും ആ അജ്ഞാനം നശിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് മണ്ണും കുടവും. മണ്ണിൽ നിന്നാണ് കുടമുണ്ടാക്കുന്നത്. കുടം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും അത് മണ്ണായിത്തീരുന്നു. പക്ഷെ മണ്ണ് എവിടെയും പോകുന്നില്ല, അത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതുപോലെ പരബ്രഹ്മസ്വരൂപിണിയായ പരാശക്തി ആദിയും അന്ത്യവും ഇല്ലാത്ത ഒരു മഹാചിദ്രൂപിണിയാകുന്നു. ആ ശക്തി തന്നെയാണ് മായയാകുകയും പ്രപഞ്ചമാകുകയും പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൂതങ്ങളാകുകയും 36 തത്വങ്ങളാകുകയും ആ തത്വങ്ങളെല്ലാം ഉൾക്കൊണ്ട മനുഷ്യ ശരീരത്തിലൂടെ നാം നമ്മളുടെ ശരിയായ ഇറ്റേണൽ മെതർ പരബ്രഹ്മമായിരിക്കുന്ന പരാശക്തിയെ, പെർമനൻ്റ് ആയിരിക്കുന്ന ആ മാതാവിനെ അന്വേഷിച്ചു പോകുക എന്നുള്ള ആ അഭ്യാസക്രിയയാണ് ഈ സ്തോത്രത്തിലൂടെ ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയോട് പറഞ്ഞ് പരാശക്തിയുടെ അനുഗ്രഹം വാങ്ങിച്ച് ഈ സ്തോത്രം ആരെല്ലാം ജപിക്കുന്നുവോ അവർക്ക് ഹൃദ്രോഗം എന്ന് വെച്ചാൽ ഇനിയൊരു അർത്ഥമുണ്ട് കേട്ടോ. ഈ സ്റ്റണ്ട് ഇടുന്നതോ അല്ലെങ്കിലോ ബൈപ്പാസ് ചെയ്യുന്നതോ അല്ല ഹൃദ്രോഗം എന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ അജ്ഞാനം കുടികൊള്ളുന്നത് ഹൃദയത്തിലാകുന്നു. മനുഷ്യൻ്റെ ആത്മാവ് സഞ്ചാരം ചെയ്യുന്നത് ഭ്രൂമധ്യത്തിലൂടെയാകുന്നു. കാരണം അതിന് ഏറ്റവും അടുത്ത് ചങ്ങാതി എന്ന് പറയുകയാണെങ്കിൽ മിത്രം എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പോൾ മനസ്സിലൂടെയാണ് ജീവൻ്റെ പ്രയാണം മുഴുവൻ. ഈ മനസ്സ് തന്നെയാണ് ജീവനെയും കൂട്ടിക്കൊണ്ട് പല ലോകങ്ങളിലേക്കും സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ധ്യാനം ചെയ്യുന്ന നേരത്ത് മനസ്സ് വളരെ പ്രാധാന്യം എന്ന് പറയപ്പെടുന്നത്. ധ്യാനം ചെയ്ത് കഴിയുമ്പോൾ കുറേ സമയത്തിന് ശേഷം മനസ്സിൻ്റെ പ്രയോജനമില്ലാതായിത്തീരും. മനസ്സിന് വലിയ പ്രശസ്തി ഉണ്ടായിത്തീരുന്നതല്ല, അത് അപ്രത്യക്ഷമാകുന്നു. ഒരു ഉദാഹരണം, നമ്മളിവിടുന്ന് റോക്കറ്റ് അയക്കുകയാണ് ഒരു ബഹിരാകാശത്തിലേക്ക് എന്ന് സങ്കല്പിക്കുക. ആ റോക്കറ്റ് ഇവിടുന്ന് പോയി കിട്ടുമ്പോൾ അതിന് 3-4 സ്റ്റേജസിൽ ഓരോ എൻജിൻ ഓൺ ആവുകയും അവിടുന്ന് പ്രവർത്തിച്ച് അത് പുഷ് ചെയ്ത് ഇനിയൊരു തലത്തിലേക്ക് എത്തുകയും പിന്നീട് അത് പ്രത്യക്ഷമായി വേറെ ഒരു എൻജിൻ ഓണായി അവിടുന്ന് ഫർദർ ഒടുവിൽ ഒരു 80,000 അടി മുകളിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ നിശ്ചലാവസ്ഥ ചെയ്യുന്നു. അവിടെ പിന്നെ ഈ എൻജിനോ ഫ്യൂവലോ ഒന്നും ആവശ്യമില്ല. അതങ്ങനെ ചോട്ടിൽ വീഴാണ്ട് കറങ്ങിക്കൊണ്ട് നടക്കും. അതാണ് നമ്മളുടെ ഈ മനസ്സെന്ന് പറയപ്പെടുന്ന തത്വം. ആദ്യം മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം അഹങ്കാരം, പിന്നീടോ ചിത്ത്, പിന്നീടോ ബുദ്ധി, പിന്നീട് മനസ്സ്. ഈ രീതിയിൽ 4 എഞ്ചിനാണ് ഇവിടെ ഓണാകുന്നതും ഓഫാകുന്നതും. ബഹിരാകാശത്തിൽ സഞ്ചരിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മളുടെ ധ്യാനയോഗം എന്ന് മനസ്സിലാക്കുക. നാം ധ്യാനിക്കുമ്പോൾ മൂലാധാരം എന്ന് പറയപ്പെടുന്ന ബേസ് ക്യാമ്പ്, അവിടെ നിന്നാണ് ഈ സാറ്റലൈറ്റ് പുറപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ റോക്കറ്റ് പുറപ്പെടുന്നത്. അത്യധികം ഉഷ്ണത്തെ ജനിപ്പിച്ചുകൊണ്ടാണത് മുകളിലോട്ട് ഉയരുന്നത്. അവിടെയാണ് സ്വാധിഷ്ഠാന ചക്രം, അഗ്നിമണ്ഡലം എന്ന് പറയപ്പെടുന്ന മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങൾ. പിന്നീട് മണിപൂരം, അനാഹത എന്ന് പറയപ്പെടുന്ന സൂര്യമണ്ഡലം. അതിനുശേഷം
വിശുദ്ധി ആജ്ഞ എന്ന് പറയപ്പെടുന്ന ചന്ദ്രമണ്ഡലം. അതിനുശേഷം സഹസ്രാരപത്മം എന്ന് പറയപ്പെടുന്ന സിൽച്ച്, നോൺ മൂവിങ് സ്റ്റേഷനറി പൊസിഷനിലുള്ള ബഹിരാകാശത്തിന്റെ ഉന്നത തലത്തിലെത്തി. പിന്നെ അവിടെ ഒന്നുമില്ല, നിശ്ചലാവസ്ഥയാകുന്നു അല്ലെങ്കിൽ നിശബ്ദമാകുന്നു. ഈ ലെവൽ എത്തിച്ചേരുന്നത് അഹങ്കാരം, ചിത്തം, ബുദ്ധി, മനസ്സ് ഇത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ചക്രങ്ങളെല്ലാം കടന്നു കഴിഞ്ഞാൽ ആകാശതത്വം എന്ന് പറയപ്പെടുന്ന ഖണ്ഡപത്മത്തിൽ ചേരുന്നു. അവിടെ ഒന്നുമില്ല, വെറും നിശ്ചലാവസ്ഥയാകുന്നു. 16 ദളങ്ങളുള്ള ഈ വിശുദ്ധി ചക്രം എന്ന് പറയപ്പെടുന്നത് 16 തിഥികളെയും കടന്ന് 16 കലകളെയും കടന്ന ഒരു സ്ഥിതിയാകുന്നു. 16ാമത്തെ കലയാകുന്നു പരമപുരുഷൻ എന്ന് പറയപ്പെടുന്ന പരമാത്മാവായിരിക്കുന്ന സദാശിവന്റെ കലാരൂപം. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവന് മനസ്സിന്റെ യാതൊരു വിധമായ സപ്പോർട്ടും ആവശ്യമില്ല. അത് തനിച്ചവിടെ കറങ്ങിക്കോളൂ. കറങ്ങി ഒടുവിൽ ബ്രഹ്മരന്ധ്രം എന്ന് പറയപ്പെടുന്ന നെറ്റി മുതൽ മധ്യശിരസ് വരെയുള്ള പാതയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ചിച്ചന്ദ്രമണ്ഡലമായിരിക്കുന്ന സദാശിവനുമായി ഐക്യമാകുന്നു. ശൂന്യാകാരമാകുന്നു ഓങ്കാര പരബ്രഹ്മസ്വരൂപം. ശൂന്യാവസ്ഥയാകുന്നു ഈ തത്വം. നിശ്ചലമാകുന്നു ഈ തത്വം. നിശബ്ദമാകുന്നു ഈ തത്വം. ഒന്നുമില്ല എന്നുള്ള പരമസത്യമാകുന്നു, അബ്സല്യൂട്ട് ട്രൂത്ത് ആകുന്നു ഈ പരമചൈതന്യം എന്ന് പറയപ്പെടുന്ന മോക്ഷസ്വരൂപം. ആ മോക്ഷസ്വരൂപത്തിലേക്ക് പടിപ്പടിയായി മൂലാധാരത്തിൽ നിന്നും സാധകൻ സാധന ചെയ്ത് തൻ്റെ കുണ്ടലിനി ശക്തിയെ കൂട്ടിക്കൊണ്ടു ചേർന്ന് സഹസ്രാരപത്മത്തിലേക്ക് എത്തിച്ചേർത്തി ശിവനുമായി ആമോദിച്ച് അവിടെ ലയാവസ്ഥയിൽ കഴിയുന്നു. ഈ സ്വരൂപത്തെയാണ് ആദിശങ്കര ഭഗവത്പാദർ ഈ സ്തോത്രത്തിലൂടെ വ്യാഖ്യാനം ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ എല്ലാ ചക്രങ്ങളെയും നാം ക്ലെൻസിങ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. എപ്പോൾ നമ്മുടെ എല്ലാ ചക്രങ്ങളും ശുദ്ധമായിരിക്കുന്നുവോ ശരീരശുദ്ധം ലഭിക്കുന്നു. ശരീരം ശുദ്ധിയായി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഒരു രോഗങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾക്കുള്ള ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറയപ്പെടുന്നത് ഈ സാധനകൾ തന്നെയാകുന്നു. സാധന ചെയ്യുന്ന പലർക്കും പല അസുഖങ്ങളും വരാറില്ല. അവരെല്ലാ അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. നല്ല ആരോഗ്യമായ ജീവിതത്തെ അവർക്ക് നയിക്കാൻ സാധിക്കുന്നു. ഇതെല്ലാത്തിനും കാരണം ആധ്യാത്മിക സാധനയാണ് പ്രാധാന്യമറിയിക്കുന്നത് എന്നുള്ള മഹത്തരമായ ഉപദേശത്തെയാണ് ഈ സ്തോത്രത്തിലൂടെ ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയുടെ മുമ്പിൽ അവതരിപ്പിച്ച് ശക്തിയുടെ അനുഗ്രഹം വാങ്ങിച്ച് നമുക്ക് എല്ലാവർക്കുമായി തന്ന് എല്ലാ ഭക്തജനങ്ങളും ഈ സുഖാനുഭവത്തെ അനുഭവിച്ച് ശക്തി ലയമായി തീരണം എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ടാണ് ഈ സ്തോത്രത്തെ ജപിച്ചത്. മനസ്ത്വം വ്യോമസ്ത്വം മരുദസി മരുദ്ധാരധിരസി ത്വമാപസ്ത്വം ഭൂമിസ്ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭൃഷേ. ഓം നമഃ ശിവായ നമഃ. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.